സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവരോട് ഉള്ളതും കൂടി എടുത്തു കളയും എന്ന് യേശു കർത്താവ് തന്റെ ശുശ്രൂഷ വേളയിൽ പറയുവാനിടയായി. ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് പവർ അതോറിറ്റി ടീച്ചിങ്ങിന്റെ ഡു വി ഹാവ് പവർ ആൻഡ് അതോറിറ്റി. എനിക്കും നിങ്ങൾക്കും പവറും അതോറിറ്റിയും ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ്. ഡു വി ഹാവ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് നമ്മൾ ആരാണ് എന്നുള്ളത് തിരിച്ചറിയുക, അല്ലെന്നുണ്ടെങ്കിൽ ഐഡന്റിഫൈ അവർ ഐഡന്റിറ്റി, അല്ലെന്നുണ്ടെങ്കിൽ ഐഡന്റിഫൈ യുവർ ഐഡന്റിറ്റി. അതോറിറ്റിയും പവറും നമുക്കുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അതിലേക്ക് നമുക്ക് കടന്നു വരാം. സങ്കീർത്തനം 81-11 മുതൽ 16 വരെ വായിക്കണം. അതിനു മുമ്പ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24-ാമത്തെ വാക്യം കൂടെ വായിക്കണം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ അറിയാവുന്ന വാക്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആർക്കും അറിഞ്ഞുകൂടാത്ത വചനങ്ങളല്ല. എന്നാൽ വായിക്കുമ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ചെല്ലാൻ പോവുകയാണ്. അത് മനസ്സിലാക്കി മാത്രമേ എന്താണ് നമ്മുടെ പരാജയങ്ങൾ എന്ന് മനസ്സിലാക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. വായിച്ചോണ്ട് മത്തായി 7:24. മതി. അപ്പോ ഇത് അനേകര് ഈ വചനം പ്രസംഗിച്ചിട്ടുണ്ട്, അനേകർ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇതിനകത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ്. ബുദ്ധിയുള്ളവൻ എന്ത് ചെയ്യും? ബുദ്ധിയുള്ളവൻ പാറമേൽ വീട് പണിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അവനെ പറ്റിയുള്ള ഉദാഹരണമാണ് പറഞ്ഞിരിക്കുന്നത്. പാറമേൽ വീട് പണിതവൻ എന്ന് പറയുന്നത്. അപ്പോൾ വചനം കേട്ടിട്ട് അതുപോലെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും നല്ലതാണ്. എന്നാൽ വചനം കേട്ട് അനുസരിക്കാതിരിക്കുന്നവരെ നമുക്ക് എങ്ങനെ എന്തോ അവരെ വിളിക്കേണ്ടത്? അനുസരണം ഉള്ളവരെന്നോ അനുസരണമില്ലാത്തവരെന്നോ അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ആദാമും ഹവ്വായോടും പറഞ്ഞു, നിങ്ങൾ ഈ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന നാളിൽ മരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നന്മതിന്മകളെ കുറിച്ചുള്ള നടുവിൽ നിന്നൊന്നുമില്ല, നിങ്ങൾ നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. 2-ാമത്തെ അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകം അത് ക്ലിയർ ചെയ്തതാ. നടുവിൽ നിന്നുള്ളത് ഞങ്ങൾ യാക്കോബായിലായിരുന്നപ്പം പറഞ്ഞ് അത് ശീലിച്ചു പോയത് കൊണ്ട് അങ്ങനെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ അതിന് 17-ാമത്തെ വാക്യം, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അതിന് 16-ാമത്തെ വാക്യം കൂടെ എന്നാൽ ഇത് ഞാൻ യാക്കോബായിലായിരുന്നപ്പോഴും പലപ്പോഴും പറയുന്നതിന് തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന് അങ്ങനെയൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞിട്ടില്ലാത്തത് പറയുമ്പോഴാണ് പ്രശ്നം. അത് നടുവിലായിരുന്നോ സൈഡിലായിരുന്നോ എവിടെയാണെന്നൊന്നും അറിയത്തില്ല. കർത്താവ് അവർക്ക് കാണിച്ചു കൊടുത്തു. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇന്ന് അവർക്ക് പറ്റിയത് എന്തായിരുന്നാണ്, ആരുടെ വാക്കാണ് അനുസരിച്ചത്? പാമ്പ് പറഞ്ഞ ഉടനെ അവരെന്ത് ചെയ്തു? അത് പറിച്ച് തിന്നു. അവിടെ എന്താണ് നടന്നത്? അനുസരണക്കേടാണോ പാപമാണോ എന്തോ അവിടെ നടന്നത്? അവിടെ നടന്നത് അവർക്കുള്ള അധികാരത്തിന് വേണ്ടിയാണ് അവർ കയറി പിടിച്ചത്. അവർക്കുള്ള പവറിന് വേണ്ടിയായിരുന്നു അവർ ചെന്ന് പിടിച്ചത്. അവർക്ക് ചിന്ത എന്താണ്? അവർക്ക് അധികാരവും പവറും ഒന്നുമില്ല. എന്നാൽ ദൈവം കൊടുത്തിരിക്കുന്ന പവർ ആൻഡ് അതോറിറ്റി അവർ മറന്നുപോയി. അത് കാരണം
അവരെ ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കാൻ അവർക്ക് സാധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നും അനേക ദൈവമക്കൾക്ക് പറ്റിയിരിക്കുന്നത് ഈ പരാജയമാണ്. നമുക്കൊന്ന് വായിക്കാം. ഇനി മുമ്പ് പറഞ്ഞ 81 സങ്കീർത്തനം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് അനേകർക്കുള്ള പ്രശ്നം ഇത് തന്നെയാണ്. ഓക്കെ, ഇവിടെ ദേവദാസി വായിച്ചത്, എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചിട്ടില്ല, എൻ്റെ ജനം എന്നെ കൂട്ടാക്കിയതുമില്ല. ദൈവമക്കളെ, നമ്മൾ അനുസരിക്കുന്നുണ്ടോ? നമ്മൾ ഇന്ന് ഞാൻ ദൈവസന്നിധി വന്ന് ദൈവഭാഗത്ത് വന്നതിന് ശേഷം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, അതോടുകൂടി എൻ്റെ പ്രവൃത്തിയെല്ലാം തീർന്നു. കർത്താവ് 2 കൽപ്പനകൾ പറഞ്ഞു, 2 കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് പലരും പ്രസംഗിച്ചു കേട്ടിട്ടുണ്ട്. 1 തിരുമേശ എടുക്കണം, 2 സ്നാനപ്പെടണം. ഈ 2 കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ 2 കാര്യം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. വേറെ ഒരു കാര്യം കർത്താവ് പറഞ്ഞിട്ടില്ല ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. മറ്റേതല്ല, കർത്താവ് ചെയ്യും എന്നുള്ള ചിന്തയിലാണ് ഇന്ന് ദൈവമക്കൾ പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അനേകര്, എല്ലാവരുമല്ല. എന്നാൽ ദൈവമക്കൾ ചെയ്യേണ്ട കാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അനുഭവിക്കേണ്ട നന്മ അവരനുഭവിക്കുന്നില്ല. 11 വാക്യങ്ങൾ ഞാൻ ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കാം. എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. കർത്താവ് പറയാണ്, എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ വഴികളിൽ നടന്നിരുന്നുവെങ്കിലും കൊള്ളായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. എന്താ ശത്രു കീഴടക്കാത്തത്? എന്താ രോഗം മാറാത്തത്? എന്താ പ്രശ്നങ്ങൾ മാറാത്തത്? വാക്ക് കേട്ട് അനുസരിക്കുന്നില്ല. ഇതാ പ്രശ്നം, അല്ലാതെ വേറൊന്നുമല്ല. കർത്താവ് പറഞ്ഞു, എൻ്റെ വാക്ക് കേട്ട് ചെയ്താൽ നീ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. പ്രൈസ് ദി ലോർഡ്. ഇന്നും അന്നും എന്നും ഒരേ രീതിയിലാണ് മനുഷ്യൻ പൊക്കോണ്ടിരിക്കുന്നത്. ഒറ്റ രീതി എന്താണെന്നറിയാമോ? കർത്താവിനെ അനുസരിക്കത്തില്ല. കർത്താവിനെ അനുസരിക്കാൻ നേരമില്ല. പിന്നെന്താണ്? റിലീജിയനെ അനുസരിക്കുന്നത്. വാട്ടെവർ ദ റിലീജിയൻ സേസ് ഗോസ് ദാറ്റ്. നമ്മൾ മതം ഏത് രീതി പറയുന്നത്? ചെറുപ്പകാലത്തിൽ 2ാം ക്ലാസ്സിൽ പഠിച്ച കാര്യം തന്നെ ഈ ഇത്രയും പ്രായമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവമക്കളെ, വചനത്തിനകത്ത് എന്ത് പറഞ്ഞിരിക്കുന്നു, എന്ത് നമ്മൾ തന്നിരിക്കുന്നു, അതിനെ ഉപയോഗിക്കാനായിട്ടാണ്. നമ്മളല്ല, വേറെ ആരും ഉപയോഗിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ പവറും അതോറിറ്റി നമുക്ക് തന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. എന്തിനാ ചിന്തിക്കുന്നത്? നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് പിന്നെ നിങ്ങൾക്ക് ദോഷം ചെയ്യും. ഇപ്പം നമ്മുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു വീട് നമ്മൾ വാങ്ങുന്നത്. അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ട്, വെള്ളമുണ്ട്, ഇതെല്ലാം പിന്നീട് നമ്മുടെ പേരിലാക്കി നമ്മളത് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്, അല്ലാതെ വീട് വിറ്റവൻ്റെ ചുമതലയല്ല. സ്വത്രം. വീട് തന്നവൻ്റെ ചുമതലയല്ല പിന്നെ അതിനെ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത്. ദൈവമക്കളെ, നമുക്ക് അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതം പോകുന്നത്. സ്തോത്രം. അപ്പം നമുക്കൊരു വീട് ഒരാളിൽ നിന്ന് വാങ്ങി, അല്ലെന്നുണ്ടെങ്കിൽ ബിൽഡറിനെ നിന്ന് വാങ്ങിച്ചാലും ശരി, വേറെ വ്യക്തിയുടെ നിന്ന് വാങ്ങിച്ചാലും ശരി, അതിൻ്റെ പേയ്മെൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ യൂട്ടിലിറ്റി നമ്മുടെ പേരിലാക്കുക, ആദ്യത്തെ ചുമതല. അതിനുശേഷം അത് ഓപ്പറേറ്റ്, വീടിനകത്തിലെ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക. അത് വേറെ നാട്ടുകാരുടെ ജോലിയാണോ? അല്ല, നിന്റെ ജോലിയാണ്. എന്ന് പറഞ്ഞതുപോലെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്, ഈ മാനുവൽ തന്നിരിക്കുന്നത് അത് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഉപയോഗിക്കത്തില്ല, കർത്താവിനെ കൊണ്ട് ഉപയോഗിക്കാൻ നടന്നു കഴിഞ്ഞാൽ അനുഗ്രഹം പ്രാപിക്കത്തില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
അടുത്ത് പറയുന്നു, ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു, അവരുടെ വൈരികളുടെ തന്നെ നേരെ തിരിക്കുമായിരുന്നു. യഹോവയെ പകയ്ക്കുന്നവർ അവർ കീഴടങ്ങുമായിരുന്നു. എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. അവരെ മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് പോഷിപ്പിക്കുമായിരുന്നു. ഇന്ന് എന്തുകൊണ്ടാണ് അനേകർ ദാരിദ്ര്യം അനുഭവിക്കുന്നത്? സ്തോത്രം. എന്താ ദാരിദ്ര്യം അനുഭവിക്കാൻ കാരണം? എന്താ? ദൈവവചനത്തിന്റെ വ്യവസ്ഥ അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഓരോരുത്തരോട് ഞാൻ പോകുന്നിടത്തും പ്രസംഗിക്കുന്നിടത്തും എല്ലാവരോടും ഈ പ്രയർ ലൈനിലുള്ളവരും പലരും എന്നെ വിളിച്ചിട്ട് പറയും, എനിക്ക് അനുഗ്രഹമില്ല. ഞാൻ ചോദിക്കും, നിങ്ങൾ ദശാംശം കൊടുക്കും. ദശാംശം കൊടുക്കാത്ത അനേകരെ ദൈവസന്നിധി പോകുന്നവരുണ്ട്. ഇത് ആർക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്? ആർക്ക് വേണ്ടിയാ? പാസ്റ്ററിന് വേണ്ടി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പലരുടെയും ചിന്താഗതി. പാസ്റ്ററിന് വേണ്ടിയല്ല നീ കൊടുക്കേണ്ടത്, നിനക്ക് വേണ്ടിയാണ് നീ കൊടുക്കേണ്ടത്. സ്തോത്രം. എന്ന് പറഞ്ഞതുപോലെ നീ ചെയ്യേണ്ട കാര്യങ്ങൾ ബൈബിളിനകത്ത് നിന്നോട് പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ വിധികൾ എങ്ങനെയൊക്കെയാണ് നടപ്പിലാക്കേണ്ടതെന്ന്. അത് നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് പോഷിപ്പിക്കുമായിരുന്നു. അടുത്ത ഭാഗം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് ഞാൻ അവർക്ക് തൃപ്തി വരുത്തുമായിരുന്നു. നന്മ കൊണ്ട് തൃപ്തി വരുത്തുമായിരുന്നു. എന്താ തൃപ്തി വരാത്തത്? അനേകർക്ക് തൃപ്തിയില്ലാതെ ജീവിക്കുന്നത് ഇതാണ് കാരണം. കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നില്ല. കർത്താവേ നീ ചെയ്യണമേ എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്ന് നമുക്ക് നോക്കാം. നമ്മളെ ആരായിട്ടാണ്? വിശ്വാസിയായിട്ടാണോ വിളിച്ചിരിക്കുന്നത്, അതോ ശിഷ്യരാകാനാണോ നമ്മളെ വിളിച്ചിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 31-32 വാക്യം. മതി. അപ്പോൾ യേശു അവരോട് പറഞ്ഞത്, വിശ്വസിച്ചവരോട് പറയാണ്, നിങ്ങൾ വിശ്വസിച്ചു. അവിടെ കൊണ്ട് എല്ലാവരും അവസാനിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും വിശ്വാസികളായിട്ട് അങ്ങ് ഇരിക്കുകയാണ്. വിശ്വാസികൾ ആരാകണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചാൽ, അവർ ശിഷ്യന്മാരാകണം. എങ്ങനെയാണ് ശിഷ്യന്മാരാകുന്നത്? ശിഷ്യന്മാരാകുന്നത് കർത്താവിൻ്റെ വചനത്തിൽ നിലനിൽക്കണം. ഏതാണ് കർത്താവിൻ്റെ വചനം? ഹോൾ ബൈബിള് യേശു പറഞ്ഞ വചനമാണോ? എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ ഹോൾ ബൈബിൾ ദൈവശ്വാസീയമാണ്. അതിൻ്റെ അർത്ഥം യേശു പറഞ്ഞതല്ല. നിങ്ങൾക്ക് വിടുതൽ വേണമെന്നുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞതുപോലെ പ്രവർത്തിച്ചാൽ, എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമോസ് പറഞ്ഞ കാര്യം ചെയ്യാനല്ല, യോന പറഞ്ഞ ചെയ്യാനല്ല, മുമ്പേ സങ്കീർത്തനക്കാരൻ പറഞ്ഞു നീതിമാന്റെ അനർത്ഥങ്ങൾ അസഹ്യങ്ങളാണെന്ന് പറഞ്ഞ പോലെ അവർ പറഞ്ഞത് ചെയ്യാനല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ അതാര് പറഞ്ഞാണ്? യേശു പറഞ്ഞത്. ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. അത് ആ വചനത്തിൽ പറഞ്ഞിട്ട് കർത്താവ് പറയുക. അതിനുശേഷം കർത്താവ് പറയുകയാണ്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ വാസ്തവമായി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. ശിഷ്യന്മാരായവരെന്ത് ചെയ്യും? അവർ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നോക്കിക്കോളൂ, നമുക്ക് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അതിൻ്റെ 10-11 വാക്യത്തിനകത്ത് യേശു എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. യേശുവിനോട് ശിഷ്യന്മാരെന്താ പറയുന്നത് നോക്കാം. 13-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ. അപ്പൊ ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് കർത്താവിന്റെ പ്രസംഗം കേട്ടവർക്ക് ദൈവരാജ്യത്തിന്റെ മർമ്മം വെളിപ്പെടുത്തി കൊടുത്തോ? അവരെല്ലാം ദൈവത്തിനെ കേട്ടവരല്ലേ? അവരെല്ലാം അത്ഭുതങ്ങൾ കണ്ടവരല്ലേ? അവര് കർത്താവിൽ നിന്ന് കേട്ടവരല്ലേ? അവർക്ക് ദൈവരാജ്യത്തിന്റെ മർമ്മം കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തില്ല. ആർക്കാണ് ഇവരെ വെളിപ്പെടുത്തി കൊടുത്തത്?
വെളിപ്പെടുത്തി കൊടുത്തത് തന്നെ കൂടെ നടന്ന സഹനത ഉപേക്ഷിച്ച് തൻ്റെ കൂടെ നടന്ന അവർക്കാണ് വെളിപ്പെടുത്തി കൊടുത്തത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് കർത്താവ് വെളിപ്പെടുത്തി തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവൻ്റെ ശിഷ്യരാകണം. ആ ശിഷ്യരായവർക്ക് മാത്രമേ സത്യം മനസ്സിലാക്കാനും ആ സത്യത്തിൽ നിന്ന് സത്യം നിങ്ങളെ സ്വതന്ത്രരാകത്തുള്ളൂ. എന്തിൽ നിന്നും? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന അടിമത്തത്തിൽ നിന്നും. എന്താണ് അടിമത്തം? ഞങ്ങൾ ആർക്കും അടിമകളല്ലെന്ന് അതിന് താഴെ പറയുന്നുണ്ട്. മത്തായി യോഹന്നാൻ സൂചിച്ചത് എന്താണ് അടിമ? അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗത്തിന്, അനേകരിന്ന് രോഗത്തിന് അടിമത്തത്തിൽ ഇരിക്കുകയാണ്. എന്തുകൊണ്ടാണ് രോഗത്തിന്റെ അടിമത്തത്തിൽ ഇരിക്കുന്നത്? പ്രേസനോട് അനേകർ പറഞ്ഞു വാങ്ങിച്ചു വച്ചിരിക്കുകയാണ്. എങ്ങനെയോ വാങ്ങിച്ചു വച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ഉദാഹരണത്തിന് സിമ്പിളായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച്, അനേകർ പറയുന്നത് എനിക്ക് ഷുഗറുണ്ട്. എനിക്ക് ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഷുഗർ വേണ്ട. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? ഷുഗറുകാരൻ പറയുന്നത്, അകത്തിരിക്കുന്ന ഷുഗർ പറയുന്നത് എനിക്ക് ഇന്ന മാതിരി ആഹാരം വേണം, എൻ്റെ ആഹാരക്രമം ഇതാണ്. അവൻ പറയുന്നത് പോലെ ആഹാരങ്ങൾ കഴിച്ചോണം. ആരാണ് അടിമയായിരിക്കുന്നത്? മനുഷ്യൻ ഇപ്പം ഷുഗറിൻ്റെ അടിമയാണ്. അവൻ പറയുന്നത് പോലെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. പ്രഷർ പറയുന്നു എനിക്ക് ഇന്നൊക്കെ വേണം, എൻ്റെ ഈ ആഹാരക്രമം ഇതാണ്, എനിക്ക് ഇന്ന കഴിക്കാൻ പറ്റുള്ളൂ, അതുപോലെ എനിക്ക് വേണം. അപ്പോൾ അത് എന്തുകൊണ്ട് നിനക്ക് സ്വാതന്ത്ര്യമില്ല? സ്വാതന്ത്ര്യമില്ലാത്തത് സത്യം അറിയാത്തത് കൊണ്ട്. എന്തുകൊണ്ട് സത്യം അറിയത്തില്ല? അയ്യോ ഞങ്ങൾക്കല്ല സത്യം അറിയാം. എന്തുകൊണ്ട് ഇന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നില്ല? സ്വാതന്ത്ര്യം പ്രാപിക്കാത്തത് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വാതന്ത്ര്യം വരുത്തുകയും ചെയ്യും. Do we have power and authority? Yes, we do have power and authority. എനിക്കും നിങ്ങൾക്കുമാണ് അതിനുള്ള പവറും അതോറിറ്റിയും തന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കെന്നത്ത് ഹേഗൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം ദൈവം പ്രത്യക്ഷനായി യേശു മുന്നേ നിൽപ്പുണ്ട്. അദ്ദേഹം ആ ബെഡേലോ അവിടെ വീട്ടിലുള്ള സമയത്താണ്. ആ സമയത്ത് അതിനിടയ്ക്ക് യേശു എന്തോ പറയുന്നതിനിടയ്ക്ക് ഒരു കുരങ്ങൻ ഇടയ്ക്ക് കയറി വന്നു. ഈ കുരങ്ങൻ വന്നേച്ച് അവിടെ ഒരു ഡാർക്ക്നെസ് ഉണ്ടാക്കി. യേശുവിനെ ഇദ്ദേഹത്തിന് കാണാൻ പറ്റത്തില്ല, എന്നാൽ ഒരു ഷാഡോ പോലെ കാണാം. പക്ഷെ ഇവൻ അവിടെ നിന്നോടെ ക്യാബി എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഉടനെ യേശു ഒന്നും മിണ്ടുന്നില്ല. അതിനുശേഷം കെന്നത്ത് ഹേഗന് ആ കുരങ്ങനോട് പറഞ്ഞു, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ എന്ന് പറഞ്ഞു. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ അവനെ ശാസിച്ചു കഴിഞ്ഞുള്ള ആ ഡാർക്ക്നെസ്സും പോയി, അതെല്ലാം പോയി, അവൻ താഴെ വീണു. ഇതെല്ലാം കഴിഞ്ഞ് യേശു ഏകദേശം 1 മണിക്കൂറോളം ഒരു വലിയൊരു സംസാരം നടന്നു. അതിനുശേഷം യേശുവിനോട് കെന്നത്ത് ഹേഗൻ ചോദിച്ചു, എന്തുകൊണ്ട് നീ അതിനെ ശാസിച്ചില്ല? യേശു പറഞ്ഞു, എനിക്ക് ശാസിക്കാൻ പറ്റത്തില്ല, അത് നിന്റെ ജോലിയാണ് അതിനെ ശാസിച്ച് മാറ്റുക എന്നുള്ളത്. ദൈവമക്കളെ, ദൈവം ആത്മാവാകുന്നു, നമ്മൾ മനുഷ്യരാകുന്നു, നമ്മളിൽ ആത്മാവുണ്ട്. എന്നാൽ ഭൂമിയിൽ പവറും അധികാരവും നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് നമ്മളാണ് ഉപയോഗിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അടുത്ത ആഴ്ചയിൽ നിങ്ങൾക്ക് പവറും അതോറിറ്റിയും എങ്ങനെയാണ് രണ്ടും ഒരുപോലെ പോകുന്നതാണ്, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. ആ യോഹന്നാന്റെ സുവിശേഷത്തിനകത്തേക്ക് കടന്നു വന്നാൽ 8-ാം അധ്യായം വീണ്ടും നമ്മൾ കടന്നു വരുന്നുണ്ട്. അതിൻ്റെ 47-ാമത്തെ വാക്യത്തിനകത്ത് കർത്താവ് പറഞ്ഞേക്കുന്ന വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒരുപാട് 8-ാം അധ്യായം നിങ്ങൾ കംപ്ലീറ്റ് പഠിച്ചാൽ വേറെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ 47-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്, ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു, നിങ്ങൾ ദൈവസന്തതി അല്ലായതുകൊണ്ട് കേൾക്കുന്നില്ല. ഇതാരോടാണ് പറയുന്നത്? അന്ന് ദൈവ മക്കൾ എന്ന് അഭിമാനിക്കുന്നവരോടാണ് യേശു പറയുന്നത്. എന്താണ് അവർ കേൾക്കുന്നത്? അവർ കേൾക്കുന്നുണ്ട്, പക്ഷെ അവർ ഗ്രഹിക്കുന്നില്ല, അവരറിയുന്നില്ല എന്താണ് ഞങ്ങൾ കേൾക്കുന്നതെന്ന്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന 12 പേര് ശിഷ്യന്മാർ മാത്രമേ ഇത് മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുള്ളൂ എന്ന് നമുക്ക് വ്യക്തമായിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കാണാൻ സാധിക്കും. നമുക്ക് പവറും അതോറിറ്റിയും കർത്താവ് തന്നിട്ടുണ്ടോ? നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. ഈ വാക്യം മുതലാണ് ഞാൻ ദൈവവചനത്തിന് സത്യങ്ങളെ മനസ്സിലാക്കാനായിട്ടും പഠിക്കാനും പഠിപ്പിക്കാനും തുടങ്ങിയത്.
ഇതായിരുന്നു എൻ്റെ ബേസ്. ആ വാക്യമായിരുന്നു. ആ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ദൈവരാജ്യം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും. വായിച്ചാട്ടെ. അപ്പോ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ, സ്വർഗരാജ്യത്തിലേക്കുള്ള താക്കോലാണോ സ്വർഗരാജ്യത്തിന്റെ താക്കോലാണോ നമുക്ക് തന്നിരിക്കുന്നത്? സ്വർഗരാജ്യത്തിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്കുള്ള വഴി എന്ന് ചോദിച്ചാൽ ആ വീട് വരെ പോകാൻ പറ്റത്തുള്ളൂ. വീടിന്റെ താക്കോലുണ്ടെങ്കിലേ വീടിനകത്ത് കയറുവാൻ നമുക്ക് സാധ്യമാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. വീടിന്റെ താക്കോൽ നമുക്ക് കിട്ടി. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഇപ്പൊ അങ്ങാളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലോ ദൈവത്തിന്റെ കയ്യിലോ യേശുവിന്റെ കയ്യിലോ? നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ഉദാഹരണത്തിന് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യങ്ങൾ. അപ്പൊ നമുക്ക് എന്തോ വന്നുകൊണ്ടിരിക്കണം? അനേക അനർത്ഥങ്ങൾ വന്നുകൊണ്ടിരിക്കണം. If you want it, you can go ahead. അപ്പൊ നിങ്ങൾ അവിടെ നിങ്ങൾ ഭൂമിയിൽ എന്ത് ചെയ്തു? അനർത്ഥങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തു. അത് അനർത്ഥങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ എനിക്ക് ഒരനർത്ഥവും എനിക്ക് ഭവിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. അത് പറയത്തില്ല, പക്ഷെ മറ്റേതാ പറയത്തുള്ളൂ. ഒരു ചെറിയ സംഭവം ഉണ്ടായപ്പോലും കഴിഞ്ഞ ദിവസം എൻ്റെ കൊച്ചുമോള് 2-3 തവണ ഇവിടെ വീഴാനിടയായി. ഞാൻ പറഞ്ഞു, ഇനി കുഞ്ഞ് വീഴാൻ പാടില്ല. യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞിനെ തള്ളിയിടുന്ന ദുഷ്ടശക്തിയോട് മാറിപ്പാൻ പറഞ്ഞു. എന്നിട്ട് ദൂതന്മാരോടും പറഞ്ഞു, ദൂതന്മാര് അവർക്ക് കാവലായിരിക്കണം, അവൾ ഇനിയും വീഴാൻ പാടില്ല. അതിനുശേഷം കുഞ്ഞ് വീണിട്ടില്ല. എന്താ ഞാൻ പറഞ്ഞതിന് കാര്യം? വീഴുവാൻ ആരാണ് തള്ളുന്നത്? ദുഷ്ടൻ. അനർത്ഥത്തിലേക്ക് ആരാണ് കൊണ്ടുപോകുന്നത്? ദുഷ്ടൻ. ഇതിന്റെ പവർ, ഇതിന്റെ അതോറിറ്റി ആർക്കാണ് തന്നിരിക്കുന്നത്? നമ്മുടെ കരുത്തിലാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ല, നിങ്ങൾ ഉപയോഗിക്കത്തില്ല, ഞങ്ങൾ കർത്താവിനെ കൊണ്ട് ജയിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരണമുള്ളവരോ അനുസരണം കെട്ടവരോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. ഇതിനകത്ത് വായിക്കുന്നത്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത്, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ആരുടെ കയ്യിൽ തന്നു? അധികാരവും പവറും നിങ്ങളുടെ കയ്യിൽ തന്നു. പ്രൈസ് ദി ലോർഡ്. മത്തായി 18:18 വായിച്ചാട്ട്. അത് ഉറപ്പിക്കുന്ന വചനം അതാണ്. ആരാണ് സത്യം ചെയ്തേക്കുന്നത്? സർവത്തിന്റെയും ഉടയവൻ സത്യം ചെയ്തിട്ട് നമുക്ക് തന്നിരിക്കുകയാണ് അധികാരവും പവറും. എന്നിട്ട് നമ്മുടെ രോഗബന്ധനം അഴിക്കാൻ ആരോടാ പറയുന്നത്? നിങ്ങൾ അനുസരണം ഉള്ളവരോ അനുസരണം കെട്ടവരോ നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. നിങ്ങൾ തന്നെ ചിന്തിച്ചോ. ഇത് യേശു സത്യം ചെയ്ത് പറഞ്ഞതാണ്. ഈ ഭൂമിയിൽ ഈ രോഗത്തെ നീ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഈ രോഗത്തെ നീ ബന്ധിച്ചാൽ സ്വർഗത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കും. പിശാചിനെ നീ ബന്ധിച്ചാൽ സ്വർഗത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കും. നീ അഴിച്ചു വിട്ടാൽ അവ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്ന് കർത്താവ് പറഞ്ഞു, സത്യം ചെയ്ത് പറഞ്ഞു. പക്ഷെ എന്നിട്ട് നമ്മൾ ആരെ കൊണ്ട് ഏൽപ്പിക്കാൻ നടക്കുക? കർത്താവിനെ കൊണ്ട്. കർത്താവെ നീ ചെയ്യണമേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ പറയുക? നീ പറഞ്ഞാലേ ഞാൻ അനുസരിക്കുന്നത്, ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. അപ്പൊ ചോദിക്കും, മോർജൻ ഭാഷ ഈ പറയുന്നതെല്ലാം ഞങ്ങളുടെ തിയോളജിക്ക് തെറ്റിക്കിടക്കുക എന്നല്ലോ. യെസ്, നിങ്ങളുടെ തിയോളജിക്ക് തെറ്റും. കാരണം നിങ്ങൾ ചെറുപ്പകാലങ്ങളിൽ പഠിച്ച കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് അത് നല്ലതായിരുന്നു, അത് മതിയായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ പഠനം പഠിച്ച് മുന്നോട്ട് പോയി നിങ്ങൾ ശിഷ്യന്മാരായി തീർന്നവരാണ്, ശിഷ്യരായി തീരേണ്ടവരാണ്. ഇന്നും ആദ്യ പാഠങ്ങളിലല്ല കിടക്കേണ്ടത്. അമ്മ അറിഞ്ഞുകൂടാത്ത കാലത്ത് നമ്മൾ പറഞ്ഞതല്ല ഇന്ന് പറയേണ്ടത്.
ഇന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പവറും അതോറിറ്റിയും യു ഹാവ് ടു യൂസ് ഇറ്റ്. അധികം അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അത് ദൈവ മക്കൾക്ക് തന്നിരിക്കുന്നതാണ് അധികാരം. പ്രൈസ് ദി ലോർഡ്. ഈ അധികാരം എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? അധികാരിയോട് ചേർന്ന് നടക്കുന്നവർക്കുള്ളതാണ്, അല്ലാതെ ഇഷ്ടംപോലെ നടക്കുന്നവർക്കുള്ളതല്ല ഈ അധികാരം. സ്തോത്രം. അടുത്തത് നിങ്ങൾ നോക്കണം, ഡു വി ഹാവ് അതോറിറ്റി, പവർ ആൻഡ് അതോറിറ്റി. യേശുവിന് പോലും ഈ ഭൂമിയിൽ പവറും അതോറിറ്റിയും കിട്ടണമെന്നുണ്ടായിരുന്നെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണമായിരുന്നു. യേശുവിനെ പോലും ഇത് വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തിൽ നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിലും ശക്തിയിലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നു കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കുകയും ചെയ്തുകൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. എന്താണ് അതിന്റെ അർത്ഥം? അത് നിങ്ങൾ കുത്തിയിരുന്നിട്ട് അത് വായിച്ചിട്ട് അത് മാത്രം ഗ്രഹിക്കണം. എന്താണ് അത് പറഞ്ഞിരിക്കുന്നത്? നസ്രായനായ യേശുവിനെ എങ്ങനെ ജനിച്ചവനാണ്? പരിശുദ്ധാത്മാവിൽ ജനിച്ചവൻ, പരിശുദ്ധാത്മാവിൽ വളർത്തപ്പെട്ടവൻ, സാക്ഷാൽ ദൈവപുത്രൻ. പക്ഷെ എന്നുണ്ടെങ്കിൽ ആ ദൈവപുത്രനെ പരിശുദ്ധാത്മാവ് കൊണ്ടും ശക്തി കൊണ്ടും നിറച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? പവറും അതോറിറ്റിയും കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്തു. അതിനു ശേഷം യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം തിരുവചനത്തിൽ പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പിശാചിന്റെ കയ്യിൽ നിന്ന് ആ അധികാരം പിടിച്ചെടുത്തു. എപ്പോഴായിരുന്നു പിശാചിന്റെ കയ്യിൽ നിന്ന് അധികാരം പിടിച്ചെടുത്തത്? യേശുവിന്റെ മരണത്തോടുകൂടി അവനെ ആയുധവർഗം വെപ്പിച്ചു. ആ അധികാരം പിടിച്ചെടുത്തിട്ട് ആരെ ഏൽപ്പിച്ചു? നമ്മളെ ഏൽപ്പിച്ചു. ദൈവ മക്കളെ എന്ന് പറഞ്ഞാൽ ശിഷ്യരായിരിക്കുന്നവരെ, സ്ഥാനാപതികളായിരിക്കുന്നവരെ, അംബാസഡേഴ്സ് ആയിരിക്കുന്നവരെ, അധികാരം ലഭിച്ചവരെ കർത്താവിനോടുകൂടെ ഇരിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ടും ഇപ്പൊ ആരെ കൊണ്ട് ജയിപ്പിക്കാൻ തുടങ്ങുകയാണ്? ഏൽപ്പിച്ചവരെ കൊണ്ട് ജയിപ്പിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ അല്ല ദൈവമക്കളെ, കർത്താവ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നീ ചെയ്യണം. സ്തോത്രം. ഇനിയും അത് എങ്ങനെയാണ്? ഒന്നുകൂടെ നമുക്ക് ഡു വി ഹാവ് പവർ ആൻഡ് അതോറിറ്റി. യെസ്, അതിന്റെ വേറൊരു തെളിവാണ് അടുത്ത വാക്യം വായിക്കാൻ പോകുന്നത്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 45 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടം പറഞ്ഞേ. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു. ഒന്നാം മനുഷ്യൻ, അവന്റെ മക്കളാണ് നമ്മൾ. എന്നാൽ വീണ്ടും ജനനത്തോടുകൂടി പിന്നെ ഞാൻ ആദാമിന്റെ സന്തതിയല്ല, പിന്നെ ആളുടെ സന്തതിയാണ്. ഒടുക്കത്തെ ആദാമിന്റെ മകനും മകളുമായി തീർന്നു. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാമല്ലോ. സ്തോത്രം. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി മാറി. സ്തോത്രം. ജീവിപ്പിക്കുന്ന ആത്മാവായി മാറി. സ്തോത്രം. എന്നിട്ട് അടുത്ത പറയുന്നത് എന്താണെന്ന് അറിയാം? എന്നാൽ ആത്മീയമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. അപ്പോൾ ഒന്നാമത്തെ മനുഷ്യൻ നമ്മളിൽ 2 മനുഷ്യരുണ്ടായിരുന്നു. 2 മനുഷ്യനുണ്ട്. ഒന്നാമത്തെ മനുഷ്യൻ, അത് ജന്മന അല്ലെന്നുണ്ടെങ്കിൽ ലോകപ്രകാരം ജനിച്ച മനുഷ്യൻ, അതാണ് മോഹനച്ചൻ. എന്നാൽ അവിടെ നിന്നും കർത്താവ് വീണ്ടും ജനനം തന്നപ്പോ ഞാൻ എന്റെ സകല ജീന് മാറി. ഇപ്പൊ യേശുവിൻ്റെതായി മാറി. യേശുവിനുള്ളവനാണ്. കണ്ടാൽ സകലതും പുതുതായി തീർന്നു എന്ന് നമ്മൾ വചനത്തിനകത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തു കൊള്ളണം. ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് നടന്നത്? ആ പ്രോസസ്സിനകത്ത് പ്രാകൃത മനുഷ്യന് ഒന്നാമത്തേത് ആത്മീകം പിന്നെയാണ് വന്നത്. എപ്പോഴാണ് മോനച്ചന് ആത്മീയം കിട്ടിയത്? പിന്നീടാണ് വന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം പിന്നെ പറയുന്നു, ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ളവൻ, രണ്ടാമത്തവൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയരുമാകുന്നു. സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. അപ്പൊ നമ്മൾ ആരാണ്? ഭൂമിയിൽക്കാരാണോ അതോ സ്വർഗീയന്മാരാണോ?
അപ്പം സ്വർഗീയരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെ പോലെ ആയിരിക്കണം പ്രവർത്തിക്കേണ്ടത്? ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത്. ഡു വി ഹാവ് പവർ ആൻഡ് അതോറിറ്റി? യെസ്, വി ഡോണ്ട് യൂസ് ഇറ്റ്. കർത്താവദാസനെ അത് ഞങ്ങൾ ഉപയോഗിച്ചാൽ മറ്റുള്ളവരെന്തോ ധരിക്കും? മറ്റുള്ളവരെ കാണിക്കാനല്ല, കർത്താവ് പറഞ്ഞതിനെയാണ് നിങ്ങൾ മാനിക്കേണ്ടത്. കർത്താവിനെയാണ് മാനിക്കേണ്ടത്. കർത്താവ് പറഞ്ഞതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആരെയാണ് അനുസരിക്കേണ്ടത്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനിത് ആദ്യമായിട്ട് ഇതെല്ലാം പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ പലരും എന്നോട് പറഞ്ഞു, നീ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, വചനം നിങ്ങൾക്ക് അത് ബന്ധുക്കോസുകാർ തന്നെ എന്നോട് പറഞ്ഞത്, വേറെ ആരുമല്ല. യാക്കോബക്കാരും ഭർത്തവക്കാരും ഒന്നും വന്ന് പറയത്തില്ല. കാരണം ഇവർക്ക് അറിവില്ലാത്തത് കൊണ്ട്. അതുകൊണ്ടാണ് യെശയ്യാപ്രവചനം 5-ാം അധ്യായം 13-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചു കേൾപ്പിരമ്മ. ഇന്നാൾ കഴിഞ്ഞ ആഴ്ച ഞാൻ വായിപ്പിച്ചെന്ന് തോന്നുന്നു. ഇത് നിങ്ങൾ മറന്നു പോരുത്. യെശയ്യാവ് 5:13 വായിച്ചാട്ടെ. എന്റെ ജനം അറിവില്ലാത്തത് കൊണ്ട് അവരെവിടെ പോകുന്നു? പ്രവാസം, സ്വന്തം ദേശമല്ലാത്ത ദേശം. ഇന്ന് ദൈവമക്കൾ എപ്പോഴും പറയുന്നത് എന്താണെന്നറിയോ? അയ്യോ, ഞങ്ങൾക്ക് എപ്പോഴും കഷ്ടവും ദാരിദ്ര്യവും ദുരിതവും കഷ്ടവും പ്രയാസവും എപ്പോഴും പറയാനുള്ളൂ. എന്താ കാര്യം? അറിവില്ലാത്തത് കൊണ്ട്. അടുത്ത വാക്യം വായിച്ചാൽ മനസ്സിലാവും. വായിച്ച അടുത്ത ഭാഗം. അവരെ മാന്യന്മാർ ദാരിദ്ര്യം അനുഭവിക്കുന്നു. അടുത്തത്, അവർക്ക് ദാഹമൊന്നും. എന്തുകൊണ്ട് അവർക്ക് ഒന്നുമില്ലാത്തതെന്താ? ദാരിദ്ര്യം എന്തുകൊണ്ട് അനുഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് പ്രവാസത്തിലായിരിക്കുന്നത്? നന്മയിലേക്ക് കൊണ്ടുവന്ന ആ ജനം എന്തുകൊണ്ട് അവർക്ക് നന്മ അനുഭവിക്കാൻ പറ്റുന്നില്ല? രോഗിയായി കിടക്കുന്നു. എന്തുകൊണ്ട്? അറിവില്ലാത്തത് കൊണ്ട്. എന്തിനെ കുറിച്ചാ ഇത്? നമ്മൾ നാട്ടുകാരോടല്ല പറയേണ്ടത്, നമ്മളൊക്കെ ഇത് അറിയേണ്ടത്. എന്റെ ജനമാണ് അറിവില്ലാത്തത് കൊണ്ട് ഇത് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി ശകാരിക്കേണ്ടതായിട്ട് വന്നു. നിങ്ങൾ എന്തുകൊണ്ട് കർത്താവ് പറഞ്ഞ അനുസരിക്കുന്നില്ല? നിങ്ങൾ ഇഷ്ടപ്രകാരം നിങ്ങൾ എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു? യേശു പറഞ്ഞതുപോലെ ചെയ്യേ. യേശു പറഞ്ഞത് അനുസരിക്കാൻ വലിയ ബുദ്ധിമുട്ട്. എന്തിനാ? അയ്യോ, അത് നാട്ടുകാർ കേട്ടാൽ എന്തോ ചിന്തിക്കും? നാട്ടുകാരെ കേൾപ്പിക്കാനാണോ പ്രാർത്ഥിക്കുന്നത്? അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അവരെ വെച്ച് പ്രാർത്ഥിക്കരുത്. നിങ്ങളുടെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അധികാരത്തിന് ശുശ്രൂഷ ചെയ്യണം. പറയുന്നുവെങ്കിൽ അധികാരത്തിന് ശുശ്രൂഷിക്കണം. യേശുവിന്റെ നാമത്തിൽ രോഗി സൗഖ്യമാകട്ടെ എന്ന് പറയണം. അതെങ്ങനെയാ പറയുന്നത്? കർത്താവിന്റെ ദാസനെ സൗഖ്യമായില്ലെങ്കിൽ നാണക്കേട്. നിങ്ങൾക്ക് എന്ത് നാണക്കേടാണ് എനിക്ക് മനസ്സിലാകാത്തത്? സൗഖ്യമാക്കുന്നത് നിങ്ങളല്ല, അത് നിങ്ങളോട് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കർത്താവ് പറഞ്ഞതാണ് നിങ്ങൾ ചെയ്യുന്നത്. അന്നേരമാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവമക്കളെ, അതിന് കർത്താവെ നിന്റെ ഹിതമാണെങ്കിൽ സൗഖ്യമാക്കണേ എന്ന് പറയും. അതോടുകൂടി എന്താ ഹിതമെന്ന് പറയുമ്പോഴേ എന്ത് പോയെന്നറിയാമോ? ദൈവവചനവും പോയി, എല്ലാം പോയി. ഞാൻ ചോദിക്കട്ടെ, യേശു അടിയേറ്റത് നമ്മുടെ ആരുടെ ഹിതം കൊണ്ടായിരുന്നു? ദൈവഹിതപ്രകാരമല്ലേ? ആർക്ക് വേണ്ടിയായിരുന്നു? അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം തന്നിട്ടില്ലേ? ഇനി ഹിതമാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നീ അടി കൊണ്ടതും നീ ക്രൂശിൽ മരിച്ചതും ഇതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രേക്ഷകരോട് വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മുടെ വാക്കുകളാൽ നമ്മൾ നീതീകരിക്കപ്പെടുകയും നമ്മുടെ വാക്കുകളാൽ നമ്മൾ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവ് പറഞ്ഞതുപോലെ പറഞ്ഞില്ല, ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കർത്താവിന് എനിക്ക് തോന്നുന്നില്ല കർത്താവിന് ഇഷ്ടം തോന്നുന്നു. കർത്താവ് തന്നിരിക്കുന്ന അധികാരം നമ്മൾ ഡു വി ഹാവ് പവർ ആൻഡ് അതോറിറ്റി? യെസ്, അതാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഒരു വാക്യത്തോടു കൂടി ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 1-2 വാക്യം. എന്നല്ല അവർ കൊടുത്തേക്കുന്നത്? ശക്തിയും അധികാരവും കൊടുത്തു. ആർക്ക്?
ശിഷ്യന്മാർക്ക് നിങ്ങളും ഞാനും ആരാണ്? ദൈവത്തിൻ്റെ, യേശുവിൻ്റെ വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ പോയി കേട്ടോ. കാരണം വിശ്വസിച്ചുകൊണ്ടാണ് പലരും വന്നത്. അവിടെ വന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ വന്നായിരുന്നു. പക്ഷെ അവരോട് കർത്താവ് എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞത് ആരോടാണെന്നറിയാമോ? ശിഷ്യന്മാരോട്. അവർക്കാണ് അധികാരവും പവറും ആര് കൊടുത്തത്? യേശു കൊടുത്തത്. അതാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോഴും അതിനുശേഷവും കൊടുത്തത് ആർക്കായിരുന്നു? നാട്ടുകാർക്കല്ല, ശിഷ്യന്മാർക്കായിരുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിലെ നീ ആകാനായിട്ടാണോ ഇരിക്കുന്നത്, അതോ ഒരു ബിലീവറായിട്ടാണ് ജീവിക്കാനാണോ ആഗ്രഹിക്കുന്നത്? ബിലീവേഴ്സ് അതോറിറ്റി എന്ന് പറയുന്ന ഉടനെ ഒരു കാര്യം എപ്പോഴും ഓർത്തുകൊള്ളണം. ബിലീവർ എന്ന ആ വാക്കിൻ്റെ അർത്ഥം തന്നെ കർത്താവ് പറഞ്ഞത് അതുപോലെ ചെയ്യുന്നവരാണ്, ഒബീഡിയൻ്റ് ആയിട്ടുള്ളവരെയാണ്. അല്ലാതെ അത്യാവശ്യത്തിന് സൗഖ്യം പ്രാപിച്ചിട്ട് ഓടിപ്പോകാൻ വരുന്നവരെ പോലല്ല. 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്ക വന്നു. യേശുവെ നായക, ഞങ്ങളോട് കരുണ ഉണ്ടാകണമെന്ന് പറഞ്ഞു. അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതന്മാരെ കാണിക്കാൻ. അവർ പോകുന്ന വഴിയിൽ എല്ലാവരും സൗഖ്യമായി. എത്ര പേര് തിരിച്ചു വന്നു? ഒരാൾ. ആര് യേശുവിൻ്റെ ശിഷ്യനായി? ആര് സൗഖ്യം പ്രാപിച്ചു? എല്ലാവരും സൗഖ്യം പ്രാപിച്ചു. ഒരാൾ മാത്രമേ ആരായുള്ളൂ? ശിഷ്യനായുള്ളൂ. മറ്റുള്ളവരെല്ലാം ആരായിരുന്നു? വിശ്വസിച്ചവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഏത് കൂട്ടത്തിലുള്ളതാണ്? നിങ്ങൾക്ക് പവറും അതോറിറ്റിയും ദൈവം തന്നേക്കുന്നത് ഉപയോഗിക്കാൻ സാധിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നിരിക്കുന്ന പവർ, ദൈവം തന്നിരിക്കുന്നത് മാനുഷിക പവറല്ല, കർത്താവിൻ്റെ ശക്തിയാണ്. ആ കർത്താവിൻ്റെ ശക്തി എന്താണ്? ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉണ്ടാക്കുവാൻ കഴിവുള്ളവനാണ്. ആ പവർ നമ്മളിൽ തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കർത്താവിൻ്റെ പ്രവൃത്തി ഈ ഭൂമിയിൽ തികച്ചെടുക്കാനാണ്. പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ഉടനെ ഇന്ന് മുതൽ നിങ്ങളൊരു തീരുമാനമെടുക്കണം. കർത്താവെ, ഞാൻ നിന്റെ വാക്കുപോലെ ഞാൻ ചെയ്യും. കർത്താവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവര് കർത്താവിനെ അനുസരിക്കുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെയാണ് ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രാവശ്യം എന്നോട് ഒരാൾ ചോദിച്ചു, എപ്പോഴും കൽപ്പിക്കുന്നു. ഞാൻ ചോദിച്ചു, അച്ഛാ, ഞാനാണോ കൽപ്പിക്കുന്നത്, അച്ഛനാണോ കൽപ്പിക്കുന്നത്? ഞാൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിച്ചു. അത് ഞാൻ ദൈവത്തോട് കൽപ്പിക്കും. ദൈവത്തോടായിരുന്നു ഞാൻ കൽപ്പിച്ചത്, അത് നിങ്ങളാണ് ദൈവത്തോട് കൽപ്പിക്കുന്നത്. നിങ്ങൾ തന്നെ ഇപ്പം എന്നെ കേൾക്കുന്നവർ പറഞ്ഞാണ്ട് യേശുവിൻ്റെ നാമത്തിൽ രോഗമേ സൗഖ്യമാകുവാൻ ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ദൈവത്തോടാണോ പറഞ്ഞത്, രോഗത്തോടാണോ പറഞ്ഞത്, എന്തിനോടാണ് പറഞ്ഞത്? രോഗത്തോട്. യേശുവെ, നീ ഇവനെ സൗഖ്യമാക്കണേ എന്ന് പറഞ്ഞാൽ ആരോട് കൽപ്പിക്കായിരുന്നു? അപ്പൊ ആരാ യേശുവോട് കൽപ്പിക്കുന്നവര്? ദൈവമക്കളെ, നമ്മള് യേശുവിനെ കൊണ്ട് ചെയ്യിക്കുന്നവരല്ല, യേശു പറഞ്ഞത് നമ്മൾ ചെയ്യുന്നവരായിട്ട് മാറട്ടെ. യേശുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന, യേശുവിനോട് കൽപ്പിക്കാൻ എനിക്കാരും പവർ തന്നിട്ടില്ല. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ രോഗത്തോട് കൽപ്പിക്കാൻ എനിക്ക് യേശു അധികാരം തന്നിട്ടുണ്ട്. സ്തോത്രം. യേശു പറഞ്ഞത് ഞാൻ ചെയ്താൽ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടും. പ്രൈസ് ദി ലോർഡ്. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ.